അങ്ങനെ ഗൈസ് നമ്മള് ഇന്ന് നമ്മുടെ ട്രക്കിന്റെ ഡേ 3 നമ്മൾ രാവിലെ എഴുന്നേറ്റിരിക്കുകയാണ്. ഡേ 3 ആണ് ഡേറ്റ് വേണം. ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡേറ്റ്. ഹലോ ഗൈസ്. ഇതാ വിവേക്. നമ്മൾ ഇന്ന് സെക്കൻഡ് ഡേ. എന്ത് സെക്കൻഡ് ഡേ? ഇന്ന് ട്രക്കിന്റെ സെക്കൻഡ് ഡേ ആണ്. അതായത് നമ്മളിപ്പോ സമയം 8:16. ജുദാക്കത്തലാവിലാണ് നമ്മളിപ്പം 8 മണിക്ക് ഏകദേശം റെഡിയായി. ഇനി 8:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ എവറസ്റ്റ് കയറാൻ പോകുന്നു. എവറസ്റ്റ് ആണ് നമ്മൾ 8:30 നമ്മൾ 10 മണിക്ക് മുമ്പ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ഉണ്ട്. ഒരു 700 മീറ്റർ മുന്നോട്ട് കയറി കഴിഞ്ഞ് ജുദാക്കത്തല നമ്മൾ ഇന്നലെ പോയി. നമ്മൾ ഇന്ന് ഒന്നുകൂടെ പോവുകയാണ്. പിന്നെ അവിടെ നമ്മൾ 1 hour സ്പെൻഡ് ചെയ്യും. അതൊരു ഫ്രോസൺ ലേക്കാണ്. നമ്മൾ ഇന്നലെ കണ്ടു, ഇന്നൊന്നുകൂടെ കാണും. അപ്പൊ അവിടുന്ന് പിന്നെ ഒരു 2 കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ കേദാർകന്ത ബേസ് ക്യാമ്പിലേക്ക് എത്തും. അതെ, ഒരു 2-2.5 ആകുമ്പോഴത്തേക്ക് എത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് നമ്മളെല്ലാം കേദാർകന്തയിലേക്കാണ് പോകുന്നത്. പക്ഷെ അണ്ണൻ മാത്രം പോകുന്നത് ചന്ദ്രനിലേക്കാണ്. ഇറങ്ങിയില്ലല്ലോ. നമ്മള് ടീം കേട്ടോ. അണ്ണനാണെങ്കിൽ 3 ദിവസമായിട്ട് ഇതിനകത്താണ്. ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇതിനകത്തുനിന്ന്. 3 ദിവസം കൂടി ഇതെല്ലാം കഴിഞ്ഞാൽ പുള്ളി ഇത് ഇറങ്ങുള്ളൂ. എല്ലാത്തിനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതെ, ടോയ്ലറ്റിൽ പോകണ്ട, മൂത്രം ഒഴിക്കണ്ട, എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. എന്ത് പിന്നെ വയറ് പണി കിട്ടൂട്ടാ. എന്താ ടാബ്ലറ്റ് കഴിക്കണ്ട. ഇവയാണ് ഇന്നലെ 4 മണി കണ്ടു പോയി. ഇവ വരുമ്പോ ടാബ്ലറ്റ് കഴിക്കണമെന്നാണ് ആലോചിക്കണേ. ശ്രീരാജ് നാലോട്ടും പോയത് ടയർ പിടിക്കുന്നത്. പക്ഷെ എനിക്ക് ഗ്യാസ് മാത്രമേ ഉള്ളൂ കേട്ടാ. അല്ലേ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കാണ്. നമുക്ക് അവലും മിച്ചറിട്ട അവലും പിന്നെന്താ എന്തൊക്കെ സാധനം ഉണ്ട്. ബൈജേട്ടൻ അവലും മല്ലും എന്തൊക്കെയുണ്ട്. കഴിക്കാതെ ഞാൻ ഫുഡ് അടി നിർത്തി കേട്ടോ. എനിക്ക് പറ്റില്ല. ഞാൻ വളരെ ചുരുക്കം മിതമായിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ. നന്നായി. പോഹയും ഇതെന്തോ ഒരു സാധനം കലക്കിയതുണ്ട്. ഈ മരുന്ന് നീ കഴിച്ചില്ല. സാധനം കണ്ട് ആ സാധനം കഴിച്ചേ എങ്ങണ്ട്. പിന്നെ റവയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്. റവയാ? റവയല്ലേ? റവയല്ല, അതൊരു നമ്മളെന്താ പറയാ, കേസരി പറയുക. യെല്ലോ കളറായിരുന്നു. കേസരി റവയാ? കേസരിന്റെ ഒരു വെറൈറ്റി. അതൊരു വെറൈറ്റി കേസരി. നമുക്ക് വരുന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാണ്. നമ്മളിങ്ങനെ പറ്റിച്ചു കഴിച്ചു. ഇവിടുന്ന് ക്രാമ്പണി ഒരു തരത്തില്ല. ഗേറ്ററും ക്രാമ്പണും 2.5 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ മെൻഷൻ ചെയ്യണേ. പിന്നെ എന്ത് യൂട്യൂബിനകത്തോ? നമ്മൾ എക്സ്പ്ലോറേഷൻ കാണാനല്ലോ. നമ്മൾ ഇന്നലെ പോയ ലേക്കിൽ ഇന്നലെ 3-4 പേരുടെ ഫോൺ പോയി. അതിനകത്ത് അപ്പൊ അവൻ പറഞ്ഞു ഫോൺ പോയിന്ന്. കഴിഞ്ഞ ആഴ്ച പൊട്ടി 2 പേര് വെള്ളത്തിൽ പോയി എന്നൊക്കെയാണ് ഇവര് പോരെന്നാ പറഞ്ഞത്. ഇവര് നമ്മളെ പറ്റിച്ചോട്ടെ. ഇവര് നമ്മളടുത്ത് പറഞ്ഞു ഇവിടെ തൊട്ടേ ഗേറ്റർ തരുമെന്ന്. ഇവരെപ്പം പറഞ്ഞു 8 9 11 12 ആവേശം 9 എന്ന് പറയാം. കാലിന് വേദന എടുക്കുന്ന പറഞ്ഞല്ലേ. വേദന കൂടും. പിന്നെ നിങ്ങൾക്ക് രണ്ടാമത് വാദിക്കുന്ന സ്റ്റാർട്ട് ചെയ്യണം. ഇതാകുമ്പോൾ നമ്മളെ വാദിക്കില്ല. ഈ നിർത്തി നിൽക്കുക, ഹോൾഡ് ചെയ്യുക, മൂവ് ക്ലോസ് ചെയ്യുക, നോസ്ട്രി കൂടെ. ഓക്കെ, യു കണ്ടിന്യൂ. ഓക്കെ, ഒരിക്കലും ഇരിക്കരുത്. ഓക്കെ, ഇരിക്കരുതെന്നാണ് ഇവര് പറയണത്. ഇനി 2.5 കിലോമീറ്റേഴ്സ് ഇരിക്കാതെ നമ്മൾ നടക്കാൻ പോവാണ്. ഇരിക്കരുത് കേട്ടാ. അപ്പൊ വി ആർ സ്റ്റാർട്ടിംഗ് ടുഡേസ് ട്രെക്ക്. പറഞ്ഞു പോയാ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 2.5 കിലോമീറ്റേഴ്സ് നോൺ സ്റ്റോപ്പ്. എവിടെ ഇരിക്കാൻ പാടില്ല. ദാറ്റ്സ് ഇറ്റ്. ഇന്നലെ ഫുള്ള് ഷൂസിന്റെ ഈ പോർഷൻ എൻ്റെ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ എനിക്ക് വേദനിക്കണ്ടായിരുന്നു കുറേ നടന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇന്ന് ഷെരീഫിക്ക് പറഞ്ഞു ഇതൊന്ന് ഇവിടുന്ന് ഇറക്കിയിട്ട് താഴോട്ട് ഇറക്കി കെട്ടാൻ പറഞ്ഞു. അപ്പം അങ്ങനെ കെട്ടി കഴിഞ്ഞപ്പോൾ കംഫർട്ടബിളായി. ഇപ്പം നടക്കാൻ കുഴപ്പമില്ല. വരിക കുഴപ്പമില്ല വരിക. ജുഡക്കത്താലപ്പിന്ന് ബാക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമുക്ക് 2.5 കിലോമീറ്റേഴ്സാണുള്ളത്. എന്തൊക്കെ ചിയേഴ്സൊക്കെ തരണം. ഓക്കെ, കണ്ടിട്ട് ഇത് നല്ല സ്റ്റീപ്പാണ് കേട്ടോ. പക്ഷേ 2.5 കിലോമീറ്റേഴ്സേ ഉള്ളൂ. നമുക്ക് 2-3 മണിയാകുമ്പോൾ ചെന്നാൽ മതി. ഇപ്പോൾ സമയം 10:30 ആയതേ ഉള്ളൂ. സോ ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. അല്ല, ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് സ്നോ ആണെന്ന് തോന്നണോ. സി എല്ലായിടും വെള്ളമായിട്ട് കിടക്കണം. ഇവിടുന്നാണ് ആ വഴിയാണ് നമ്മൾ കയറി പോകേണ്ടത്. ആളുകൾ പോണ വഴി. ഇവിടെ ചെറിയ ഷോപ്പ് കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞത് എങ്ങനെ ഇരിക്കരുത്,
ഇരുന്ന കാലിന് വേദന എടുക്കും എന്നാണ് പറഞ്ഞത്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ ടു റിലാക്സ് എ ലിറ്റിൽ. വിവേകിൻ്റെ ഷൂസ് ഇട്ടിട്ട് വിവേകിൻ്റെ കാലിൻ്റെ പ്രാവശ്യം പൊട്ടി. അപ്പോൾ വിവേക് ഇതായിട്ടൊരു ബാൻഡായി പൊട്ടിക്കുകയാണ്. ഷൂസ് മേടിച്ച് ഒരാഴ്ച കിട്ടുകൊണ്ട് നടന്നാണ്. പക്ഷെ എന്നിട്ടും ഇവിടെ വന്നപ്പോഴാണ് കാല് പൊട്ടിയത്. ചാൻസ് ഇല്ല, കാരണം ഇത്രയും നീളമുള്ള ദേശാനം പറഞ്ഞു അത്രയും നമ്മുടെ പുറകിലുള്ള ആരും വന്നിട്ടില്ല, നമ്മുടെ കൂടെ ഉള്ളാരും അവരെല്ലാം ബാക്കിലെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അവർ വന്നിട്ട് നമുക്ക് പോവാം. ഇവിടെ ഒത്തിരി ആളുടെ പണ്ടേ. So very here for some time. We will go after they come. ഒരു കാര്യമുണ്ട്, ഇവർക്കെല്ലാവർക്കും കാലയിടാൻ കണ്ടത് ഈ പുള്ളി കെട്ടണുണ്ട. ഗേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു കേട്ടിരുന്നില്ല, നമ്മൾ പറഞ്ഞ ബേസ് ക്യാമ്പ് എന്ന് മതിയെന്നാണ്. പക്ഷേ ഇവിടെ കണ്ടിട്ട് കുറച്ച് ഡേഞ്ചറസ് പോലെ തോന്നുന്നുണ്ട്. ഇവിടെ ഫുള്ള് സ്നോ ആണ്, അങ്ങോട്ട് കുറച്ച് സ്ലിപ്പറി ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവരെന്തുകൊണ്ടാണ് നമുക്ക് ഈ ഗേറ്റ് തരാത്തതെന്ന് അറിഞ്ഞൂടാ. നോക്കാം. പുള്ളി അതിന്റെ സിറപ്പ് അതിനകത്ത് ഒഴിച്ചിട്ട് ബാക്കി വെള്ളമൊക്കെ ഒഴിക്കാണ്. പുള്ളി 70 പറഞ്ഞു, ഞാൻ ആദ്യം 50 പറഞ്ഞു, പിന്നെ പുള്ളി പറഞ്ഞു 70 അപ്പം നമ്മുടെ ഗൈഡിയേട്ടൻ വന്നിട്ട് പറഞ്ഞു ഒരു 60 കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു ശരി 60 തരാണ്. അങ്ങനെ പുള്ളി കുറച്ച് വെള്ളവും ജ്യൂസും എല്ലാം കൂടെ മിക്സ് ആക്കി അത് തിരിച്ചു മറിച്ചെല്ലാം ഒഴിച്ച്. അയ്യാ ഇത്തന പാനി നെയ്ഡാലോ. ओके कैंसर फ्री होता है. हाँ कैंसर फ्री होता है. ടെൻഷൻ ഫ്രീ, ക്യാൻസർ ഫ്രീ. ആ അതെ, ക്യാൻസർ ഫ്രീ ആണെന്നാണ് ഇവർ പറയണത് ഈ സാധനം കേട്ടാ. ഇന്നലെ നമ്മൾ കുടിച്ച സാധനം തന്നെ, പക്ഷെ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ട് ഇന്നും മേടിച്ചത്. ഇത് ഭയങ്കര സെറ്റപ്പ് സാധനം കേട്ടോ, കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇത് മറ്റേ എന്താണ് ഇതിന് പറയാ, നല്ല മധുരമുണ്ട്, നല്ല തണുപ്പുണ്ട്, എനർജിയും കിട്ടും തോന്നുന്നു. ടീമിന്റെ പേരെന്താ? എല്ലാരും കൂടെ കൂടി ഇരുന്ന് മാഗി കഴിക്കാണ്. കട നിറച്ച ആളാണ്, ഇവിടെ ഒരു കടയുള്ളൂ. ഇവിടെ വൻതിരക്കാണ് കടയിൽ. അപ്പൊ നമ്മുടെ ഗൈഡിയേട്ടൻ പറയാണ് ഹിമാലയാസ് ഗ്രിഫോണിന്റെ പേര് ഇവിടെ കാണിച്ചു കൊടുക്കാൻ. എന്താ ഇവരാണ് നമ്മുടെ ട്രക്കിംഗ് ഗ്രൂപ്പ്, ഇവരുടെ പേര് കാണിച്ച് പരസ്യം കൊടുക്കാനാണ് ചേട്ടൻ പറയണത്. ലാസ്റ്റ് ടീ പോയില്ല, ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ ബേസ് ക്യാമ്പ്, അതായത് കേദാർനാഥ് ബേസ് ക്യാമ്പ്. അപ്പൊ ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ 1.5 കിലോമീറ്ററിലുണ്ട്. ഇന്നപ്പോഴാണോ ഇത് ലൈനിയാണോ? ഇപ്പൊ കുറെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചാണ്. കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് കഴിച്ചു, ബദാം കഴിച്ചു, ഉണക്കലരി കഴിച്ചു, ഈന്തപ്പഴം കഴിച്ചു. ഇതെല്ലാം സ്റ്റോറായിട്ട് കപ്പലണ്ടി കഴിച്ചു, പറങ്ങാണ്ടി കഴിച്ചു. ഇതെല്ലാം സ്റ്റോറായിട്ട് നമുക്ക് പോകണം വിചാരിക്കുന്നു അല്ലേ? നമുക്കിനിപ്പോ നമ്മുടെ വ്യൂ ഉണ്ടോ? ഇതാണ് നമുക്ക് കയറാനുള്ളത്. നമ്മുടെ ഗേറ്ററും ഇല്ല. ഇതൊരു ചലഞ്ചിങ് ആണ്. നമുക്ക് ഗേറ്ററില്ല, ഭയങ്കര ചലഞ്ചിങ്ങാണ്. ഗേറ്റ് ഉണ്ടായിരുന്നത് തന്നെ മൂഞ്ചാണ്. ചിലപ്പോ വെളിയിൽ തന്നെ ചാടും. നമ്മൾ കാശ് കൂടുതൽ കൊടുത്തോണ്ട് അവർ നമുക്ക് കുറച്ച് ചലഞ്ചിങ് ആകാൻ വേണ്ടി. അതെ, 5000 മേടിച്ചു, നമ്മുടെ 6500 മേടിച്ചുകൊണ്ട് കുറച്ചുകൂടി ചലഞ്ചിങ് ആക്കാൻ വേണ്ടി നമ്മൾ ഗേറ്റർ തരാണ്ടതാണ്. ഇത് ഭയങ്കര ചലഞ്ചിങ് ആട്ടോ. എന്താ അവസ്ഥ എന്നറിയില്ല കേട്ടോ. മഞ്ഞിൽ കൂടെ പോകണോ അതോ ഈ കറുത്ത സ്ഥലത്തൂടെ പോകണം? ഈ മഞ്ഞ് കൂടെ പോവാം, ഇത് കൂടെ പോയി തെന്നി വിടാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുവഴി പോകാൻ പോകാം. മഞ്ഞ് കൂടെ വേറെ റിസ്ക് ഫാക്ടർ ഉണ്ട്, നമ്മുടെ ഷൂസിനുള്ളിൽ മഞ്ഞ് കയറും. അതാണ് പിന്നെ ഭയങ്കര സീന. ചിന്തിക്കേണ്ട ഗോൾഡൻ റൂൾ എന്താണെന്നറിയോ? ഒരു ചെറിയ പോർഷൻ മഞ്ഞെങ്കിൽ നമ്മുടെ ഷൂവിന്റെ അകത്തോ ഗ്ലൗസിനകത്തോ പോയി കഴിഞ്ഞാൽ സ്പോട്ട് റിമൂവ് ചെയ്യാം. കാരണം അത് അവിടെ നിന്ന് മെൽറ്റ് ആയി കഴിഞ്ഞ് തണുത്ത ഐസ് തണുത്തോടെ നമ്മുടെ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ഡാർക്ക് സീനാ. അതുകൊണ്ട് നമ്മളിപ്പം വളരെ സൂക്ഷിച്ച് ഇതുവഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സോക്സ് ഇടുക, അതിന്റെ മണ്ടയ്ക്ക് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കെട്ടുക, എന്നിട്ട് വീണ്ടും നമ്മളൊരു സോക്സ് ഇടുക. അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. ആ ഇങ്ങനെ സ്ലോ മോഷന് കയറാം, മോഹൻലാലൊക്കെ പോണ പോലെ. സ്ലോ മോഷൻ. ഓ ബിഗ് ബി, ഓ ബിഗ് ബി. ഹലോ, നിന്നെ കണ്ടില്ല. ഞാനിങ്ങനെ അന്വേഷിച്ചായിരുന്നു മറ്റേ റെഞ്ചറിന്റെ അടുത്ത്. അഡ്വഞ്ചർ ആക്കിയത് ഇവർക്കൊക്കെ ഈ സാധനം കൊടുത്തു. നമുക്കിതില്ല, നമുക്ക് സാധനം ഇല്ല. ഒരു പരിധി വരെ ധൈര്യം കിട്ടും. നമ്മളെ മാനസികമായ ധൈര്യമാണ് നമ്മുടെ ധൈര്യം. ആ ഈ സാധനം കേറിപ്പോവും.
നമ്മുടെ അവസ്ഥ കണ്ടറിയാം. ആ വാ. കുറച്ച് വാരി എറിഞ്ഞോ, വാരി എറിഞ്ഞോ രണ്ട് സൈഡിലോട്ട്, രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ വാരി എറി. നടക്ക്. ആ നടന്നോ. ഇപ്പൊ ഇതാ വിവേക് റിയാലിറ്റിയിലാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ നടന്നാൽ നമ്മുടെ ഷൂസിന് അതെല്ലാം മഞ്ഞാണ്. This is fully snowy. You can see, right? ഐസ് ഉള്ളിൽ പോയ പ്രശ്നം കേട്ടാ. We are going this way. ആക്ച്വലി ഇതുവഴി ആള് പോയ വഴിയുണ്ട്, വേണമെങ്കിൽ കയറി പോവാ. ബട്ട് ഇതാണ് ബെറ്റർ. ഇവിടെ കുറച്ച് ഹാർഡായിട്ട് എടുപ്പുണ്ട് ഐസ്, അതുകൊണ്ട് പോയി മിക്കവാറും ഷൂസിനകത്ത് ഐസ് വരും. ഇതുവഴിക്ക് ആള് കയറിപ്പോയ വഴിയാണ് കേട്ടാ. കാണിക്ക്. ഞാനിപ്പോ സ്ലോ മോഷനാണ് കാണിക്കുന്നത്, ഇപ്പൊ ഞാൻ ഫാസ്റ്റ് ആക്കി. വിവേക് വളരെ അഡ്വഞ്ചറസ് ആയിട്ട് സ്നോയിൽ കൂടെ കയറി വാ, കയറി വാ, നേരെ കയറിപ്പോ മേലോട്ട്. जीने दो इन्हें जीने दो. നമുക്ക് ഫുള്ള് മഞ്ഞ് പൊതിഞ്ഞ് കിടക്കാൻ കേട്ടാ. നമ്മൾ പോണ വഴി പക്ഷേ നമ്മുടെ ട്രെയിൽ പക്ഷേ ചള്ളയാണ്. പക്ഷേ ചുറ്റും മഞ്ഞാണ്, ഇതിലിറങ്ങാൻ പറ്റില്ല. ഇതിലിറങ്ങിയാൽ കാല് താന്നു പോകും, അത്രയും ആഴമുണ്ട് ഈ മഞ്ഞിന്. മറ്റേ ടാമ്പൻ ഇട്ടിട്ടാണെങ്കിൽ, ടാമ്പൺ അല്ലല്ലോ, എന്താ ക്രാമ്പൺ, ക്രാമ്പൺ ഇട്ടിട്ടാണെങ്കിൽ നമുക്ക്, ക്രാമ്പൺ ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് ഇതിനെ കൂടെ നടക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ നടന്നാൽ നമ്മുടെ ഷൂസിന് അതെല്ലാം മഞ്ഞ് കയറും. Here comes our people. Dang dadang 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 dadang. വ്യൂ തന്നെ. ഇന്ന് നിക്കോളാസ് നമ്മളെക്കാളും മുന്നേ എത്തി തടിപ്പുറത്ത് ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ്. നിക്കോളാസ് പറഞ്ഞ ഡെക്കാത്തറിന്റെ പവർ ആണെന്നാണ്, ഷൂസിന്റെ പവർ. താഴെ നാളുകൾ കയറി പറഞ്ഞണ്ട, നമ്മള് കയറി വന്നു. ഇവിടെ നിറച്ച ആളായി നോക്ക്. ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ക്യാമ്പ് എന്നാണ് ഇവര് പറയണേ. സോ സമയം 12 ഉള്ളൂ. We will reach the camp soon.
ഇതിലൊക്കെ വേറെ ഏതോ വഴി കൂടെ കയറിപ്പോയി വേറെ ഏതോ ക്യാമ്പ് പറഞ്ഞ ആ പെണ്ണിന്റെ കൂടെ പറയാൻ പോയത് എനിക്കറിയാം. ആ നേഴ്സിനെ കണ്ട അവരുടെ കൂടെ പോയി. അവര് വേറെ വഴി കൂടെ പോയിട്ട് ഇപ്പം തിരിച്ച് താഴെക്കൂടെ ഇറങ്ങി വന്ന് നമ്മളോട് ജോയിൻ ചെയ്യാണ്. നമ്മൾ വേറെ വഴിക്കാം, അവര് വേറെ വഴിക്കാണ്. നമ്മൾ സ്പ്ലിറ്റ് ആയി ഇടയ്ക്കുന്ന്. നമ്മള് താഴെ ഇറക്കത്തോട്ടെ. ഇനി നാളെ കയറി നമ്മള് കയറണോ? അറിയത്തില്ല കേട്ടോ. അവിടെ നമ്മളെ ക്യാമ്പ് സൈറ്റ് കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ കയറായിരുന്നു. അവിടെ കുറച്ച് ടെന്റുകൾ കാണുന്നുണ്ട് കേട്ടോ, കുറച്ച് കളർ കണ്ട. അതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് എന്ന് തോന്നുന്നു. ഇന്നത്തെ ട്രക്ക് ഓൾമോസ്റ്റ് തീരാറായി. സമയം 12:40 ആയതേ ഉള്ളൂ. സോ നമ്മൾ വി ഫിനിഷ്ഡ് ഏർലി ടുഡേ. അതെ അതെ അതെ. ആർക്കറിയാം ഇങ്ങനെ പറഞ്ഞിട്ട് അവന്മാര് കുറെ कल हमें इस तरफ से जाना है. तो चढ़ा नहीं, इस तरफ से उधर से चढ़ेंगे, जाएंगे इस तरफ से समिट के लिए वहीं से जाएंगे. तो ये सब वापस चलना वापस इस तरफ जाएंगे. चलना पड़ेगा ना. बैग उठो चलो. സമ്മിറ്റ് വേറെ വഴിയാണ്, ഈ വഴിയല്ല. തിരിച്ചു വരുന്ന ഈ വഴിയാണെന്ന് പറഞ്ഞത്. तो कैंप में आएंगे, कैंप से लेके उठाएंगे. ठीक है ठीक है. ये बैग हम वहाँ रख सकते हैं ना. ओके അത് സെറ്റ്. നിങ്ങൾ നടക്കണില്ലേ? ട്രെയിനോ നടക്കണില്ലേ? എന്ത് ഇവിടെയാണ് നമ്മുടെ ക്യാമ്പ്. സോ വി ഹാവ് റീച്ച്ഡ് ദ ക്യാമ്പ്. ഇതാ മഞ്ഞിലെ ചിത്രപ്പണികൾ എത്തിനിയോന്നു. ഇവിടെയൊക്കെ ആളിലെന്തൊക്കെയോ എന്തോ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു, എന്തൊക്കെയോ വരച്ചു വെച്ചിരിക്കുന്നു ഈ മഞ്ഞിലൊക്കെ. കണ്ടോ, ആളുകൾ ചിത്രപ്പണികൾ ചെയ്യാൻ. എന്റെ പൊന്നെ ഇവിടെ തെന്നി പോകാൻ തോന്നുന്നു. അങ്ങനെ അവസാനം ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കാണ്. കേദാർകാന്ത ബേസ് ക്യാമ്പിൽ. അതെ, ഇവിടുന്ന് 5 കിലോമീറ്റർ. നല്ല അടിപൊളി വ്യൂ. അടിപൊളി. മഞ്ഞിന്റെ അടിയിലായിരുന്നു കിടക്കുന്നത്. ഇന്നലെ മഞ്ഞിന്റെ അടിയിലാണ്. ഇന്ന് നമ്മുടെ ക്യാമ്പ് മഞ്ഞിൽ തന്നെ. മഞ്ഞിൽ തന്നെ. നല്ല ഫേക്ക് മഞ്ഞാണ്. ഈ വഴിയല്ല, അവിടെ ക്യാമ്പ് ഉണ്ട്, അവിടെ കിടക്കാം. നമുക്ക് ക്യാമ്പിലേക്ക് പോവാം.